അപ്ഡേറ്റ്സ് കോർണറിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ കുറച്ച് അപ്ഡേറ്റ്സ് ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പൊ തുടങ്ങല്ലേ? അതെ, ആദ്യം തന്നെ നമുക്ക് പറയാനുള്ളത് നമ്മുടെ മോഹൻലാൽ മേജർ റിവ്യൂ പ്രോജക്റ്റിനെ പറ്റിയിട്ടാണ്. ഓപ്പറേഷൻ സിന്ദൂറുമായിട്ട് ബന്ധപ്പെട്ടുള്ള കഥയാണ് പുള്ളി എടുക്കുന്നതാണ് പറയുന്നത്. ടൈറ്റിലും അങ്ങനെ തന്നെയാണ്, പഹൽഗാം ഓപ്പറേഷൻ സിന്ദൂർ. ഓക്കെ. അപ്പൊ 2026 സിനിമയുടെ ഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നപ്പോ വാർത്ത കേൾക്കുന്നത്. ഓൾമോസ്റ്റ് ഒക്കെ പുള്ളിയുടെ പൂജ ഇപ്പൊ കഴിഞ്ഞ മേജർ രവി പോയിട്ട് ചെയ്തതിന്റെ അവസ്ഥ. ഓക്കെ. സിനിമയുടെ ക്രൂവൊക്കെ നോക്കുകയാണെങ്കിൽ ഭീകരമാണ്. കാരണം ആക്ഷനിൽ വരുന്ന നമ്മുടെ കച്ചാ മാസ്റ്റർ, പുള്ളി ലാസ്റ്റ് ചെയ്ത പടം റെട്രോ ആയിരുന്നു. അതുപോലെ തന്നെ കാട്ടാളനിൽ വർക്ക് ചെയ്യുന്നുണ്ട്. തിരുവാണ് നമ്മുടെ DOP വരുന്നത്. എക്സ്പീരിയൻസ് നമുക്കറിയാലോ. അതെ, അതിന്റെ കൂടെ DOP അർജുന്റെ പേരും കൂടി ഉണ്ട്. അതെ. പുള്ളിയുടെ പേര് കൂടി കാണുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബംഗ്ലാർ ആർട്ടിൽ വരുന്നത് ഹർഷവർദ്ധനാണ് മ്യൂസിക്കിൽ വരുന്നത്. അതൊരു ഇമ്പോർട്ടൻറ്റ് സാധനമാണ്. അപ്പൊ ഒരു വലിയ സാധനം തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് പറയാം. നല്ലൊരു പ്രൊജക്ട് ആവട്ടെ. അതെ, ആവട്ടെ. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ദുൽഖറിന്റെ കാന്ത കഴിഞ്ഞിട്ട് വരുന്ന മലയാളികൾ കാത്തിരിക്കണം. അതെ. നമ്മുടെ വിഷുവിനാണ് പടം റിലീസ് ആവാൻ പോകുന്നത് അടുത്ത വർഷം. 2023 ഓണത്തിന് RDX ഇറങ്ങി. 2026 വിഷുവിന് ഇതാ എത്ര ഗ്യാപ്പ് വന്നിരിക്കുന്നു. ദുൽഖറിനെ സംബന്ധിച്ചിടത്തോളം അതെട്ടെ. കാരണം കൊത്തിയുടെ ലാസ്റ്റ് ഇറങ്ങിയ മലയാള ഫിലിം. അതിനുശേഷം ലോകം ഉണ്ടെങ്കിൽ പോലും അതിനുശേഷം വന്ന ലക്കി ഭാസ്കർ എന്തായാലും ഒരു ഗംഭീര പടമായിരിക്കട്ടെ, ഫെസ്റ്റിവൽ പടമായിരിക്കട്ടെ. അടുത്തത് ഒരു ബയോപിക്കിനെ പറ്റിയിട്ടാണ് പറയാനുള്ളത്. കിങ് ഓഫ് പോപ്പിന്റെ ബയോപിക്. ഇപ്പൊ അടുത്ത് നമ്മുടെ ഈ ആനിമലിന്റെ ഡയറക്ടറിനെ സന്ദീപന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന് ചെയ്യാൻ ഇഷ്ടമുള്ള ബയോപിക് മൈക്കിൾ ജാക്സന്റെ ആണ്. പക്ഷെ ഇന്ത്യയിൽ അതിന് ആളില്ലാത്ത കാരണം കൊണ്ട് ചെയ്യില്ല എന്ന് പറഞ്ഞു. അപ്പൊ മൈക്കിൾ ജാക്സന്റെ ഒരു ബയോപിക് നമുക്ക് വരികയാണ്. അദ്ദേഹത്തിന് നെക്സ്റ്റ് ആയിട്ടുള്ള ജാഫർ ജാക്സൺ ആണ് മൈക്കിളായിട്ട് അഭിനയിക്കുന്നത്. കുറെ സ്റ്റിൽസ് വന്നിട്ടുണ്ട്. അതിന്റെ ഇതൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോ ഓൾമോസ്റ്റ് പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്യണത്. പിന്നെ അത്രയും പെർഫെക്റ്റ് ആക്കാൻ പറ്റില്ലല്ലോ എന്തായാലും. പിന്നെ അത് രസമായിട്ടുണ്ട്. അതില് ആ ഗ്ലാസ് ഒക്കെ വെച്ചിട്ടുള്ളത് കറക്റ്റ് അതേപോലെ തന്നെ ഉണ്ട്. പിന്നെ സിനിമയുടെ ഡയറക്ടർ ആന്റൺ ഫൊക്കാണ് സിനിമയുടെ ഡയറക്ടർ. നമ്മുടെ ട്രെയിനിങ് ഡേയുടെ ഡയറക്ടർ, ഈക്വലൈസർ സീരീസിന്റെ ഡയറക്ടറാണ്. ഡെൻസൽ വാഷിംഗ്ടന്റെ സ്വന്തം ആളാണ്. അപ്പോ ആ സിനിമയെ പറ്റിയിട്ട് എനിക്ക് ഇപ്പൊ നല്ലൊരു പ്രതീക്ഷ തോന്നുന്നുണ്ട്. അതായത് ഇപ്പൊ ഒരു ബയോപിക് എടുക്കുക അല്ലെങ്കിൽ അത് ഇതാവുക എന്ന് പറയണേക്ക അതൊരു ക്രെഡിബിൾ ആയിട്ടുള്ള ഒരു ഡയറക്ടർ എടുക്കുക, നല്ല രീതിക്ക് തന്നെ എടുക്കുക എന്നുള്ളൊരു സംഗതി ഉണ്ടല്ലോ. അപ്പൊ അതും നല്ലൊരു ഇതാവട്ടെ. അടുത്ത ചത്താപ്പച്ച നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് മമ്മൂക്ക ജോയിൻ ചെയ്യും എന്നുള്ളത്. മമ്മൂക്ക ജോയിൻ ചെയ്തിട്ടുണ്ട്. പുള്ളി സ്റ്റേറ്റ് അവാർഡ് കിട്ടിയതിന്റെ കാര്യം നമ്മൾ മാധ്യമ പ്രകൃതിട്ട് വന്ന സമയത്ത് പുള്ളി വന്ന ലുക്ക് അതിട്ടായിരുന്നു, ആ കമ്മലൊക്കെ ഇട്ടിട്ടുള്ളത്. അതൊരു ഭീകര അപ്ഡേറ്റ് തന്നെയാണ്. അതുപോലത്തെ സിനിമയുടെ ടീസർ ഒഫീഷ്യലി വന്നിട്ടുണ്ട് യൂട്യൂബിൽ. എല്ലാരും കണ്ടപ്പോ ആ പ്രതീക്ഷ പിന്നെയും കൂടിയിട്ടുണ്ട്. കാരണം അതെ, കാരണം അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഓരോ പ്രൊഡക്ഷൻ ഹൗസും ആ സിനിമയിൽ വർക്ക് ചെയ്ത ആൾക്കാർക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് ഒരു പാൻ ഫിലിം ആണെന്നുള്ള കാര്യം. ജനുവരിയിലാണ് സിനിമ വരുന്നത്, കൺഫേം ആയിട്ടുണ്ട്. അതുപോലെ തന്നെ റീസെന്റ് ലാലേട്ടൻ കൂടി ആ പടത്തിന് സെറ്റിൽ പോയിട്ടുണ്ടായിരുന്നു. ഫാമിലി സംതിങ് ചിലപ്പോ മമ്മൂക്കൊക്കെ കാരണം മമ്മൂക്ക കുറെ കാലങ്ങൾക്ക് 8 മാസങ്ങൾക്ക് ശേഷം കാണാൻ ചെന്നതായിരിക്കും. എന്തായാലും ആ പടം ഒരു ഭീകര സിനിമ ആയിരിക്കട്ടെ. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് വൃഷഭടയാണ്. നവംബർ 5-നാണ് ഡേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ നവംബർ 14 കിട്ടും. VFX വർക്ക് കഴിയാത്ത കാരണം കൊണ്ട് ചിലപ്പോ പോസ്റ്റ്പോൺ ചെയ്യാൻ ചാൻസ് ഉണ്ടെന്ന് നമ്മൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. സിനിമ ഒഫീഷ്യലായിട്ട് ഡേറ്റ് വന്നിരിക്കുന്നത് ഡിസംബർ 25-നാണ്, ക്രിസ്മസ് റിലീസ്. ഇപ്രാവശ്യം അപ്പോ ക്രിസ്മസ് വലിയൊരു ഗ്യാപ്പാണ് വന്നിട്ടുള്ളത്. പക്ഷെ അതിനനുസരിച്ച് വർക്ക് ചെയ്യട്ടെ സിനിമ. നല്ലൊരു സിനിമ. കമലഹാസന്റെ അൻപറി സിനിമ വരുമോ ഇല്ലേ എന്നൊക്കെ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അത് ഒഫീഷ്യലി കൺഫേം ആയിരിക്കും. ക്രൂ ഡീറ്റെയിൽസ് വരെ പുറത്തു വിട്ടിട്ടാണ് സത്യം പറഞ്ഞാൽ ഒരു മലയാളി മയം മൊത്തത്തിൽ. എഴുത്തിരി ശ്യാം പുഷ്കരൻ, മ്യൂസിക്കിൽ ജെയ്ക്സിനൊക്കെ കണ്ടപ്പോ ഭയങ്കര സന്തോഷമായി. DOP നമ്മുടെ ആടുജീവിതത്തിന്റെ അത് ഭയങ്കരാണ്. അപ്പൊ ടെക്നിക്കലി ടീം നല്ലതാണ്. പിന്നെ എഴുതുന്നത് കമൽഹാസനാണ്. അപ്പൊ അതൊരു ഭീകര ആയിരിക്കും, തീർച്ചയായിട്ടും ആയിരിക്കും. ടെക്നിക്കൽ ടീമിന് അവരെന്തായാലും നന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. എന്തായാലും അടിപൊളിയാവട്ടെ. അടുത്തത് നമ്മുടെ പ്രിയദർശന്റെ ഐവാൻ എന്ന് പറഞ്ഞ സിനിമയുടെ, അതായത് ഒപ്പത്തിന്റെ റീമേക്ക്. അപ്പൊ ആ സിനിമയിൽ നമ്മളുടെ ലാലേട്ടൻ ജോയിൻ ചെയ്തിരിക്കുകയാണ്. ഒരു ക്യാമിയോ ചെയ്യും നമ്മൾ തന്നെ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം ആ ഷൂട്ടിലേക്ക് പോയിരിക്കുകയാണ്. ആ ക്യാമിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ജോയിൻ ചെയ്തിരിക്കുകയാണ് എന്നുള്ള ഒരു വാർത്ത കേൾക്കുന്നുണ്ട്. ഇനിയിപ്പോ അടുത്ത മോഹിനിയാട്ടം.
നമ്മുടെ ഭരതനാട്യ സിനിമയുടെ 2ാം ഭാഗം. കാരണം നമ്മൾ ചാനൽ തുടങ്ങിയ സമയത്ത് നമ്മൾ അന്ന് പറഞ്ഞായിരുന്നു ഭരതനാട്യത്തിന്റെ സെക്കൻഡ് പാർട്ട് വരുന്നുണ്ട്, അതിന്റെ പേര് മോഹിനിയാട്ടം എന്നായിരിക്കും നമ്മൾ ഓൾമോസ്റ്റ് 6 മാസം മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അത് ഒഫീഷ്യലി കൺഫേം ആയിട്ടുണ്ട്. സിനിമയുടെ പൂജ കഴിഞ്ഞിട്ടുണ്ട്, ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും വന്നിട്ടുണ്ട്. സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തുവിട്ട് ഡയറക്ടർ കൃഷ്ണദാസ് മുരളി തന്നെയാണ്. അദ്ദേഹം സൈജു കുറുപ്പിനെ പറ്റിയിട്ട് രസകരമായിട്ടൊരു സംഗതി അതിൽ എഴുതിയിട്ടുണ്ട്, അത് വായിക്കാവുന്നതാണ് എല്ലാവർക്കും. സിനിമയുടെ പോസ്റ്ററും ഭയങ്കര രസമായിട്ടുണ്ട്. കുറച്ച് ചോരപ്പാടുകളൊക്കെ ഉള്ള ഒരുപാട് കൈകൾ അപ്പൊ ഒരു പക്ഷെ ഇദ്ദേഹത്തിന് മോഹിനി എന്ന് പറഞ്ഞ ഒരു ഭാര്യ കൂടി ആയിരിക്കാം. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമ കണ്ട ആൾക്കാർക്ക് അറിയാം ആ സിനിമ തിയേറ്ററിൽ ഭയങ്കര വിജയം ആവണമായിരുന്നു എന്ന് വിചാരിച്ച സിനിമ അതിന്റെ ക്ഷീണം ഇത് തീർക്കും. അതുകൊണ്ട് തന്നെ